Good morning, children. Now we come to the end of the lesson. Then look at this picture. What is it? Plant cell. Yes. Do you know the cell organelles found in the plant cell? Which are the cell organelles found in the plant cell? Yes. Cell wall, cell membrane, cytoplasm, nucleus, ribosome, then endoplasmic reticulum, chloroplast, Golgi complex, vacuole, mitochondria. അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, നമുക്കറിയാം. സോ ദെൻ ലുക്ക് അറ്റ് ദി പിക്ചർ ഓഫ് ആനിമൽ സെൽ. ഇനി ആനിമൽ സെല്ലിൻ്റെ പിക്ചർ ഒന്ന് നോക്കൂ. ആനിമൽ സെല്ലിൽ find the cell organelles which are not seen in the plant cell. ഇതിൽ ഏതൊക്കെയോ സെൽ ഓർഗനൽസ് പ്ലാന്റ് സെല്ലില്ല, ബാക്കിയെല്ലാം പ്ലാന്റ് സെല്ലിലുള്ള സെൽ ഓർഗനൽസാണ് ഈ ആനിമൽ സെല്ലിലുള്ളത്. അപ്പോൾ ഇല്ലാത്തത് ഏതെന്ന് വേഗം കണ്ടുപിടിക്കൂ. പ്ലാന്റ് സെല്ലിൽ ഇല്ലാതിരുന്ന സെൽ ഓർഗനൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് നോക്കൂ. ബാക്കിയുള്ളതെല്ലാം ഉണ്ടല്ലേ. സെൽ ഓർഗനൽസ്, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതെല്ലാം ഉണ്ട്. ഇല്ലാത്തത് വേഗം കണ്ടുപിടിച്ചേ. ഇല്ലാത്തത് ഏതാണ്? യെസ്, ദിസ് വൺ, ലൈസോസോം. ആൻഡ് അനദർ ലൈസോസോം, then another one, that is സെൻട്രോസോം. ഇത് രണ്ടും ഏതിലില്ല? പ്ലാന്റ് സെല്ലിൽ ഇല്ല. പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്തത് ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഏതൊക്കെയാണ്? സെൻട്രോസോം ആൻഡ് ലൈസോസോം. ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സെൻട്രോസോം? സെൻട്രോസോമിൻ്റെ ഫങ്ഷൻ എന്താണ്? അപ്പോൾ സെൻട്രോസോം ഈസ് ദ സെൽ ഓർഗനൽ ഫൗണ്ട് only in the animal cell. ആനിമൽ സെല്ലിൽ മാത്രമുള്ളതാണ് സെൻട്രോസോം. Centrioles are found in the centrosome. ഇതിനകത്ത് സെൻട്രോസോമിനകത്ത് സെൻട്രിയൂൾസ് ഉണ്ട്. Then what is the function of these centrioles? സെൻട്രിയൂൾസിൻ്റെ ഫങ്ഷൻ എന്താണ്? സെൻട്രിയൂൾസ് helps in cell division. മനസ്സിലായോ? അപ്പോൾ സെൻട്രിയൂൾസ് helps in cell division are found in the centrosome. സെൻട്രോസോമിലാണ് സെൻട്രിയൂൾസ് കാണുന്നത്. അപ്പം സെൻട്രിയൂൾസ് എന്ത് ചെയ്യുന്നു? സെൻട്രിയൂൾസ് helps in cell division. Then another cell organelle is lysosome. Lysosome contains digestive enzyme for the destruction of foreign particles entering the cell. ലൈസോസോമിനകത്ത് എന്തുണ്ട്? ഒരു ഡൈജസ്റ്റീവ് എൻസൈംസ് കാണാം. മനസ്സിലായി? അപ്പോൾ ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ പാർട്ടിക്കിൾസ് എൻ്ററിങ് ദ സെൽ. അപ്പോൾ ലൈസോസോം ഈസ് ഓൾസോ നോൺ ആസ് സൂയിസൈഡൽ ബാഗ്സ് എന്നും ലൈസോസോമിനെ അറിയപ്പെടുന്നു. അതെന്തുകൊണ്ടാണ് അപ്പോൾ സൂയിസൈഡൽ ബാഗ്സ് എന്ന് പറയുന്നത്? ഫോറിൻ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന എൻസൈം ഉണ്ട്, ഫോറിൻ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതുപോലെ സെൽസിലെ ആവശ്യമില്ലാത്ത പാർട്ടിക്കിൾസും ലൈസോസോം ഡിസ്ട്രോയ് ചെയ്യും. So it is known as suicidal bags. Then look at this picture. നമുക്ക് ടെക്സ്റ്റിനകത്ത് ഉള്ളൊരു ഡയഗ്രമാണ്, നിങ്ങൾ ചെയ്യേണ്ടതാണ്. ലുക്ക് അറ്റ് ദിസ്. ആനിമൽ സെല്ലുണ്ട്, പ്ലാന്റ് സെല്ലും ഉണ്ട്. ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും. ആനിമൽ സെൽ ആൻഡ് പ്ലാന്റ് സെൽ. ക്ലിയർ ആയല്ലോ? പ്ലാന്റ് സെല്ല്, അത് നമുക്ക് പ്ലാന്റ് സെല്ലിൽ നോക്കാം. പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ള പാർട്സ് ഏതൊക്കെയാണ്? പ്ലാന്റ് സെല്ലിൽ ഒരെണ്ണം അവിടെ എഴുതിയിട്ടുണ്ട്, സെൽ വാൾ. ദെൻ വാട്ട്?
സെൽ വാൾ, ക്ലോറോപ്ലാസ്റ്റ്, സെൽ വാൾ ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, വാക്യൂളുണ്ട് അല്ലേ. അപ്പോൾ പ്ലാന്റ് സെല്ലുള്ളത് ഏതൊക്കെയാണ്? പ്ലാന്റ് സെല്ലിലുള്ളത്, പ്ലാന്റ് സെല്ലിൽ ഇനിയും ഓർഗനൽസ് ഉണ്ട്, പക്ഷേ മറ്റുള്ള പാർട്ടിൽ ഇല്ലാത്തത് അല്ലേ. അതായത് ആനിമൽ സെല്ലിൽ ഇല്ലാത്തത് പ്ലാന്റ് സെല്ലിലുള്ളത് ഏതൊക്കെയാണ്? സെൽ വാൾ, ക്ലോറോപ്ലാസ്റ്റ്, വാക്യൂം. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നോക്കൂ, ആനിമൽ സെല്ലിൽ മാത്രമുണ്ട്, പ്ലാന്റ് സെല്ലിലില്ല. നമ്മളിപ്പോൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? സെൻട്രോസോം ആൻഡ് ലൈസോസോം. ഇനി രണ്ടിലുമുള്ളത് ഏതൊക്കെയാണ്? പ്ലാന്റ് സെല്ലിലുമുണ്ട്, ആനിമൽ സെല്ലിലും ഉണ്ട്. ഏതൊക്കെയാണ്? രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ. ബാക്കി പറയൂ, നിങ്ങൾക്കറിയാം. മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഗോൾജി കോംപ്ലക്സ്. So you should do this activity in your notebook. സയൻസ് ഡയറിയിൽ ഈ ആക്ടിവിറ്റി ചെയ്യുക. ദെൻ അനദർ വൺ, കൺസെപ്റ്റ് മാപ്പ്. ഒരു കൺസെപ്റ്റ് മാപ്പ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ കൺസെപ്റ്റ് മാപ്പ് ഒന്ന് നോക്കൂ. അതായത് ആനിമൽ സെല്ലിലാണ്. അപ്പോൾ ആനിമൽ സെല്ലിൽ നമുക്കറിയാം എന്തൊക്കെയുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ദെൻ പ്രോട്ടോപ്ലാസം ഉണ്ട്. ഇനി പ്രോട്ടോപ്ലാസം തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ പ്രോട്ടോപ്ലാസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെയായിട്ടാണ് പറയൂ? പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയോപ്ലാസം. അപ്പം ഈ ബ്ലാങ്കിൽ എന്താണ് എഴുതേണ്ടത്? ഈ ബ്ലാങ്കിൽ ന്യൂക്ലിയോപ്ലാസം. ഓക്കെ. ഇനി ന്യൂക്ലിയോപ്ലാസം, അപ്പം അതിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ട്? ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ട്? Look at this concept map. So you have to complete the concept map in your science diary. So animal cell-നകത്ത് plasma membrane, then protoplasm, then സൈറ്റോപ്ലാസത്തിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാം? സെൽ ഓർഗനൽസ് അല്ലേ. സൈറ്റോപ്ലാസത്തിനകത്ത് ഡിഫറെൻറ്റ് സെൽ, വി ക്യാൻ സീ ഡിഫറെൻറ്റ് സെൽ ഓർഗനൽസ്. ദെൻ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് സെൽ ഓർഗനൽസ്? ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സെൽ ഓർഗനൽസ്? നമുക്കറിയാം. ഏതൊക്കെയാണ്? റൈബോസോം, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം ആൻഡ് സെൻട്രോസോം. ദെൻ ഹിയർ പ്രോട്ടോപ്ലാസം, അവിടെ എന്ത് വരും? ന്യൂക്ലിയോപ്ലാസം. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്? വേഗം പറയൂ. ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോപോർ, ന്യൂക്ലിയോലസ്, ക്രോമാറ്റിൻ, റെറ്റിക്കുലം. So you have to complete this in your science diary. Then revision. ഈ ലെസൺ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് അതെല്ലാം ഒന്നുകൂടെ നിങ്ങൾ ക്ലിയറായിട്ട് പഠിച്ചോളണം. പാർട്സ് ഓഫ് എ മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് നമ്മൾ പഠിച്ചു, നോട്ട് എഴുതി. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജസ്, അതിൻ്റെ ഓർഡറിൽ തന്നെ നന്നായിട്ട് പഠിക്കുക. ദെൻ മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റ് ആരൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്. ഓക്കെ. ദെൻ ഫങ്ഷൻസ് ഓഫ് എ സെൽ. എന്താണ് ഒരു സെല്ലിൻ്റെ ഫങ്ഷൻ? 3 മെയിൻ ഫങ്ഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചു, നോട്ട് എഴുതി, ഒന്നുകൂടെ നന്നായി പഠിക്കുക. ദെൻ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ, ഡയഗ്രാം, സെൽ ഓർഗനൽസ്, പ്ലാന്റ് സെല്ലിലെ ഓർഗനൽസ് ഏതൊക്കെയാണ് വ്യക്തമായി പഠിക്കുക. പ്ലാന്റ് സെല്ലിൽ എന്തൊക്കെയുണ്ട് അതിൻ്റെ ഡയഗ്രാം. ഓക്കെ. ദെൻ ഡിഫറെൻറ്റ് സെൽ ഓർഗനൽസ് ആൻഡ് ദെയർ ഫങ്ഷൻ. ഓരോ സെൽ ഓർഗനൽസിൻ്റെ ഫങ്ഷൻ എന്താണ്? റൈബോസോമിൻ്റെ ഫങ്ഷൻ എന്താണ്? ഒറ്റ വാക്കിൽ നമ്മളത് പറയണം. പ്രോട്ടീൻ സിന്തസിസ്, വിച്ച് ഈസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ, മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻ. അങ്ങനെ എല്ലാ സെൽ ഓർഗനൽസിൻ്റെ ഫങ്ഷൻ എഴുതി പഠിക്കുക കേട്ടോ. ദെൻ ന്യൂക്ലിയസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്, ന്യൂക്ലിയസിൻ്റെ ഡയഗ്രാം. ന്യൂക്ലിയസ് റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ദ സെല്ലാണ് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസ് വരച്ച് അതിൻ്റെ പാർട്സ്
ഏതൊക്കെയാണെന്ന് എഴുതുക. ദെൻ പ്രോക്യാരിയോട്സ് എന്താണ്, യൂക്യാരിയോട്സ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ. പിഗ്മെൻറ്റ്സ് ഇൻ ദ ക്രോമോപ്ലാസ്റ്റ്. എന്താണ് പ്ലാസ്റ്റിഡ്സ് നമ്മൾ പഠിച്ചപ്പം അതിനകത്ത് ക്രോമോപ്ലാസ്റ്റ് ഉണ്ടെന്നും അതിൽ ക്രോമോപ്ലാസ്റ്റിന് പലതരം പിഗ്മെൻറ്റ് സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ ഇങ്ങനെയൊക്കെ പഠിച്ചു. അതിൻ്റെയൊക്കെ ഫങ്ഷൻ നന്നായി പഠിക്കുക. പിന്നെ ചേഞ്ച് ഓഫ് കളർ ആൻഡ് ടേസ്റ്റ് ഇൻ ഫ്രൂട്ട് അല്ലേ, നമ്മളത് ഒക്കെ കണ്ടു. പച്ച മാങ്ങ എങ്ങനെയാണ് പഴുത്ത മാങ്ങ ആകുമ്പോൾ അതിൻ്റെ നിറത്തിനും രുചിക്കും വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്, അത് പഠിച്ചു. അപ്പോൾ അതുമൊക്കെ പഠിക്കുക. പിന്നെ സ്ട്രക്ചർ ഓഫ് ആനിമൽ സെൽ, പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചറും ഡയഗ്രവും പഠിക്കുന്നത് പോലെ ആനിമൽ സെല്ലിൻ്റെ ഡയഗ്രവും പഠിക്കുക. ആനിമൽ സെല്ലിൻ്റെ ഡയഗ്രാം. ദെൻ സെൻട്രോസോം, ലൈസോസോം, പിന്നെ കൺസെപ്റ്റ് മാപ്പ് ഇന്ന് പഠിച്ചത് അതുമൊക്കെ നന്നായി പഠിച്ച്. ആൻഡ് യു ഷുഡ് റൈറ്റ് ഓൾ ദീസ് തിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി and draw the necessary diagrams neatly. And we have a test paper on next Friday through ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓൺലൈൻ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ലെസൺ നന്നായി പഠിക്കുക. പഠിച്ച് നന്നായിട്ട് എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കണം. സമയമുണ്ട് പഠിക്കാൻ, നന്നായി പഠിക്കുക. ഓക്കെ.